ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 9-ാം തിരുവചനം. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ പറയുമ്പോൾ ഈശോ സൂചിപ്പിക്കുന്ന ഒരു വാചകമാണിത്. ഉടമസ്ഥൻ കുറേ ആളുകളെ ഒരു തോട്ടം ഏൽപ്പിക്കുന്നു. തോട്ടത്തിന് വേണ്ടതെല്ലാം ചെയ്തിട്ട് അവരെ സംരക്ഷിക്കുവാനായിട്ട്, വളർത്തുവാനായിട്ട് ഏൽപ്പിക്കുക. തിരിച്ചു വന്നപ്പോൾ വിളവ് ശേഖരിക്കുവാനായിട്ട് പലവട്ടം വേലക്കാരെ അയക്കുന്നു. അവരവരെ ഉപദ്രവിക്കുന്നു, ചിലരെ കൊന്നുകളയുന്നു. അവസാനം പുത്രനെ അയക്കുന്നു, പുത്രനെ കൊന്നുകളയുക. ദൈവം ഒരു മുതൽ ഏൽപ്പിച്ചിട്ട് ദൈവത്തിനോട് റിബലായി പ്രവർത്തിച്ച കൃഷിക്കാർ, അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്. യജമാനൻ മുന്തിരിത്തോട്ടം അവരിൽ നിന്ന് എടുക്കുകയാണ്, അവരെ നശിപ്പിച്ചു കളയുന്നു, വേറെ ആളുകൾ കൊടുക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഇത് നൽകുന്നൊരു സൂചനയുണ്ട്. ദൈവം നൽകുന്ന, നിനക്കുള്ളതെല്ലാം ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സംഗതികളാണ്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക്, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്ക്, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിന്, ദൈവം നിന്നെ ഏൽപ്പിച്ച കഴിവുകൾക്ക് എല്ലാത്തിനും സമയാസമയങ്ങളിൽ ദൈവമെന്ന് കണക്ക് ചോദിക്കും. കണക്ക് കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം പരാജയത്തിലേക്ക് പോകും. എല്ലാം ആസ്വദിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല നീ. ദൈവം നൽകിയിരിക്കുന്നതിനെ വർദ്ധിപ്പിച്ചിട്ട് ദൈവത്തിന് അതിൻ്റെ കണക്ക് കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നീ. നൽകപ്പെട്ടതിനെയൊക്കെ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്, കാത്തു സൂക്ഷിക്കുന്നത്, വർദ്ധിപ്പിക്കുന്നത് എന്ന് നീ ഒന്ന് വിലയിരുത്തണം. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, നീ നൽകിയതിനെല്ലാം വില നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.